Welcome to Semester 3 Complementary Electronics. Complementary Electronics for BSc Main Physics students. And we are seeing the chapter Unit 7 Sinusoidal Oscillators. And today the topic is Wien's Bridge Oscillator. Wien's Bridge Oscillator, class number E25. അപ്പോൾ ഇവിടെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. സൈനുസോയ്ഡൽ ഓസിലേറ്റേഴ്സ് യൂണിറ്റ് 7 അതിൽ വിയൻസ് ബ്രിഡ്ജ് ഓസിലേറ്റർ സെമിസ്റ്റർ 3 complementary electronics for BSc Physics 9. Class number E25 Wien's bridge oscillator. So what is Wien's bridge? Wien bridge എന്നോ അല്ലെങ്കിൽ Wien's bridge അങ്ങനെയൊന്നും പറയാം. Wien's bridge oscillator. Another type of popular radio frequency oscillator is the Wien's bridge oscillator. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PSO പഠിച്ചിരുന്നു, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ പഠിച്ചിരുന്നു. അതും ഒരു ഓഡിയോ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ഓസിലേറ്ററാണ്. ഇതും അതുപോലെ ഒരു ലോ ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യാവുന്ന ഓസിലേറ്ററാണ്. അനദർ ടൈപ്പ് ഓഫ് പോപ്പുലർ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ഈസ് ദി വിയൻസ് ബ്രിഡ്ജ് ഓസിലേറ്റർ ഓർ വിയൻ ബ്രിഡ്ജ് ഓസിലേറ്റർ സർക്യൂട്ട്. This is mostly used because of its important features. The circuit is free from circuit fluctuations and the ambient temperature. അപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ ആംബിയൻ ടെമ്പറേച്ചറിനെയോ അല്ലെങ്കിൽ സർക്യൂട്ട് ഫ്ലക്ച്വേഷൻ വോൾട്ടേജ് വേരിയേഷൻ അതിനെയൊന്നും ആശ്രയിക്കുന്നതല്ല ഇത്. The main advantage of this oscillator is that the frequency can be varied in the range of 10 Hz to about 1 MHz, whereas in RC oscillator the frequency is not varied. ഇപ്പോൾ PSOയിൽ നമുക്ക് ഫ്രീക്വൻസി വരിയാൻ പറ്റില്ല. ഒന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഫ്രീക്വൻസി വേരി ചെയ്യാം, മാറ്റിയെടുക്കാം. 10 ഹെർട്സ് മുതൽ 1 മെഗാഹെർട്സ് വരെ, 1 മെഗാഹെർട്സ് 10⁶ ഹെർട്സ് വരെ ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിൽക്കും ഓഡിയോ ഫ്രീക്വൻസി അറിയാമല്ലോ, 400-500 ഹെർട്സൊക്കെയാണ് ഓഡിയോ ഫ്രീക്വൻസി. അതൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വിയൻസ് ബ്രിഡ്ജ് ഓസിലേറ്റർ വളരെ സ്യൂട്ടബിളാണ്. കൺസ്ട്രക്ഷൻ, അതിൻ്റെ നിർമ്മിതിയാണ് ഇനി പറയുന്നത്. The circuit construction of Wien's bridge oscillator can be explained as below. It is a two-stage amplifier with RC bridge circuit. The bridge circuit has the amps R1C1, R3, R2C2 and tungsten lamp LP. The resistances R3 and the tungsten lamp LP are used to stabilize the amplitude of the output. അപ്പോൾ ആ കാണുന്ന സെക്ഷനാണ്. അപ്പോൾ ടങ്സ്റ്റൺ ലാമ്പ് R3യും ഈ ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ദ ഫോളോയിങ് സർക്യൂട്ട് ഡയഗ്രാം ഷോസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് വിയൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. ആദ്യം കാണുന്ന വിയൻസ് ബ്രിഡ്ജ്. നമ്മൾ AC ബ്രിഡ്ജൊക്കെ പഠിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ അത് പഠിക്കുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീറ്റ്നസ് ബ്രിഡ്ജ് പോലെയുള്ള ഒരു ബ്രിഡ്ജാണ് വിയൻസ് ബ്രിഡ്ജ്. ആ വിയൻസ് ബ്രിഡ്ജിൻ്റെ കൂടെ 2 ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ 1, ആംപ്ലിഫയർ 2 ഉണ്ട്. അവയുടെ ബയസിങ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ബയസിങ് റെസിസ്റ്റേഴ്സ്, കപ്ലിംഗ് കപ്പാസിറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എടുക്കും. അവസാനത്തെ കപ്പാസിറ്ററിൽ നിന്ന് കപ്പാസിറ്ററിന് ശേഷം അവിടെ നിന്ന് ഒരു ഫ്രാക്ഷൻ നമ്മൾ ഇൻപുട്ടിലേക്ക് ബ്രിഡ്ജിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. ഫീഡ്ബാക്ക് പാത്താണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം നന്നായിട്ട് വരയ്ക്കുക. LP ലാമ്പാണ് കേട്ടോ, ലാമ്പ്. പിന്നെ R1, R2, R3 ഒരു കപ്പാസിറ്റർ എല്ലാം മാർക്ക് ചെയ്യണം. അതതിൻ്റെ നമ്പർ കൊടുത്ത് വേണം മാർക്ക് ചെയ്യാൻ. നോക്കാം, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ R3, R1, C1, R2, C2, LP. Here there are number of resistors. You mark the names. No resistors repeated. Name എല്ലാം ഡിഫറൻ്റ് ആണ്. R4, R5, R6, R7 എല്ലാം കാണിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് ദി സർക്യൂട്ട് ഡയഗ്രാം. അത് വളരെ നീറ്റായിട്ട് വരയ്ക്കണം. The transistor T1 serves as an oscillator and an amplifier, while the other transistor T2 serves as an inverter. T1
ട്രാൻസിസ്റ്റർ T1 ഓസിലേറ്ററിൽ പ്രവർത്തിക്കും. ട്രാൻസിസ്റ്റർ T2 വേവ് ഫോം ഇൻവെർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. The inverter operation produces a phase shift of 180 degree. This circuit provides positive feedback through R1C1, C2R2 to the transistor T1 and negative feedback through the voltage divider to the input of transistor T2. അപ്പോൾ അവിടെ ആ കപ്ലിങ്ങിൻ്റെ ഡിവൈസുകളാണ് അവിടെ പറയുന്നത്. അല്ലെ കണക്ഷൻ അങ്ങ് നോക്കി നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. The frequency of oscillation is determined by the series element R1C1 and parallel element R2C2 of the bridge. അപ്പോൾ ഇതൊരു വീൻസ് ബ്രിഡ്ജാണ്. വീൻസ് ബ്രിഡ്ജ് ഓസിലേഷനാണ്. അപ്പോൾ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ആ ബ്രിഡ്ജാണ് തീരുമാനിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ബി-എൻ ബ്രിഡ്ജ് ഓസിലേറ്ററാണ്. ആ ബ്രിഡ്ജ് ഉപയോഗിച്ചാണ് ഓസിലേഷൻ ഉണ്ടാക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആംപ്ലിഫൈ എന്നുള്ളതാണ്. സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുക, രണ്ടാമത് ഇൻവേർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ, ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. വീൻസ് ബ്രിഡ്ജ് ഓസിലേറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് 1/2π√R1C1 R2C2. R1ഉം R2ഉം C1ഉം C2ഉം ആ ബ്രിഡ്ജിനകത്ത് വരുന്ന കമ്പോണൻസാണ്, അല്ലാതെ ട്രാൻസിസ്റ്ററിൻ്റെ കൂടെ വരുന്ന കമ്പോണൻസ് ഇല്ല. All components in the equation F is 1/2π√R1C1 R2C2. All are coming in the bridge network and not along with the transistor amplifiers. There are two transistors, transistor T1, transistor T2, both are amplifiers. The second one is also an inverter. If R1 is R2 and C1 is C2, if R1 is R2 is equal to R എന്ന് എഴുതിക്കോളുക. If R1 is equal to R2 equal to R and C1 equal to C2 equal to C, then F is 1/2πRC. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യും. ഇപ്പോൾ R1 R2 നമ്മൾ R എന്ന് കൊടുക്കുമ്പോൾ ഒരു R റൂട്ടിനകത്ത്, C1 C2 C എന്ന് കൊടുക്കുമ്പോൾ ഒരു C റൂട്ടിനകത്ത്, ആ റൂട്ടിനകത്ത് നിന്ന് ഒരു C കിട്ടും നമുക്ക്. അങ്ങനെ 1/2πRC എന്ന് കിട്ടും. Now we can simplify the above circuit as follows. ആ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന രീതി ഇതാണ്. ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇതാണ്. ആദ്യം ആ ഡോട്ടഡ് ലൈൻസിന് ഉള്ളിൽ കാണുന്നതാണ്, ബോക്സിനുള്ളിൽ കാണുന്നതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജാണ് ഓസിലേഷൻ ഉണ്ടാക്കുന്നത്. അത് പുറത്തേക്ക് വരുന്നൊരു വേവ് ഫോമാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ ആംപ്ലിഫയർ, ഫസ്റ്റ് ആംപ്ലിഫയർ. ഇറ്റ് കംസ് ടു ഫസ്റ്റ് ആംപ്ലിഫയർ. അപ്പോൾ അവിടെ വരുന്ന വേവ് ഫോം കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻവേർട്ട് ചെയ്ത് സെക്കൻഡിലേക്ക് വരും. പിന്നെ മൂന്നാം സർക്യൂട്ട്, അതായത് ആംപ്ലിഫയർ 2, അത് വീണ്ടും അത് ഇൻവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഫേസ് ഷിഫ്റ്റ് അവിടെ ഈ 10 ട്രാൻസിസ്റ്റർ 180 ഉണ്ടാക്കുന്നത്. 2 ട്രാൻസിസ്റ്ററും കൂടി 180 ഉണ്ടാകും. ഒന്നാമത്തത് 180 ഉണ്ടാക്കും, അടുത്തത് 180, അങ്ങനെ 360 ഡിഗ്രി കിട്ടും. അപ്പോൾ വീൻസ് ബ്രിഡ്ജ് ഓസിലേറ്റർ ഓസിലേഷൻ ഉണ്ടാക്കും, വേവ്സ് ഉണ്ടാക്കും. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യും, ഇൻവേർട്ട് ചെയ്യും. സെക്കൻഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യും, ഇൻവേർട്ട് ചെയ്യും. അങ്ങനെ 2 ഇൻവേർഷൻ ആകുമ്പോൾ 0 ഡിഗ്രി ആകും, അല്ലെങ്കിൽ 360 ഡിഗ്രി ആകും. അതാണ് ഓസിലേഷൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻ, പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ ആ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ആ വേവ് ഫോം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കാണുക. ആദ്യം കാണുന്ന ബ്രിഡ്ജിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമാണ്, രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഔട്ട്പുട്ട് വേവ് ഫോം. ഇപ്പോൾ രണ്ടും ഒരേ ഫേസിലാണ്. അതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പം അത് നോക്കി വരക്കണം. The oscillator consists of 2 stages of RC coupled amplifier and a feedback circuit. The voltage across the parallel combination of R and C is fed to the input of amplifier 1. The net phase shift through 2 amplifiers is 0. എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി പോസിറ്റീവ് ഫീഡ്ബാക്ക്. The usual idea of connecting the output of amplifier 2 to amplifier 1 to provide signal regeneration for oscillation is not applicable here, as the amplifier 1 will amplify signals over a wide range of frequencies and hence direct coupling would result in poor frequency stability. ഇപ്പോൾ ഡയറക്റ്റ് കപ്ലിങ് ഇവിടെ ഇല്ല, അത് പുവർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉണ്ടാകും. The usual idea of connecting the output of amplifier 2 to amplifier 1 to provide a signal regeneration for oscillator is not applicable. ഇവിടെ അത് ആവശ്യമില്ല. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയാം. Is not applicable here, as the amplifier 1 will amplify signals over a wide range of frequencies and hence direct coupling would result in poor frequency stability. By adding B-N bridge feedback network, the oscillator becomes sensitive to a particular frequency and hence
frequency stability is achieved. അപ്പോൾ ഇതിൽ ഈ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ നമ്മൾ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നത് ആ ബ്രിഡ്ജ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ്. ഓപ്പറേഷൻ: when the circuit is switched on capital is equal, switched on capital, the bridge circuit produces oscillations of the frequency stated above. The two transistors produce a total phase shift of 360 degree. ഓരോന്നും വേവ് ഇൻവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഇൻവേർഷൻ വെച്ചാൽ 180 ഡിഗ്രിയാണ്. സോ ടോട്ടൽ ഈസ് 180 + 180 360. So that the proper positive feedback is ensured. The negative feedback in the circuit, ഒരു ചെറിയ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ട്. എന്താ നോക്കുക. The negative feedback in the circuit ensures constant output. അപ്പോൾ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ പ്രോപ്പർട്ടി. This is achieved by temperature tungsten lamp LP and resistance is. അപ്പോൾ ഈ സ്റ്റെബിലിറ്റിക്കാണ് നമ്മൾ ആ ലാമ്പ് ഉപയോഗിക്കുന്നത്. Its resistance increases with the current. If the amplitude of the output increases, more current is produced and more negative feedback is achieved. Due to this, the output would return to the original value. Whereas, if the output tends to decrease, reverse action would take place. അപ്പോൾ ഔട്ട്പുട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂ കൊണ്ടുവരാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അഡ്വാൻറ്റേജസ്: ഇതിൻ്റെ മേന്മകൾ. ദി അഡ്വാൻറ്റേജസ് ഓഫ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആർ ദി ഫോളോയിങ്. ദ സർക്യൂട്ട് പ്രൊവൈഡ്സ് ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട്. കൃത്യമായ സ്ഥിരമായ ഔട്ട്പുട്ട് തരും. ദ ഓപ്പറേഷൻ ഓഫ് സർക്യൂട്ട് ഈസ് ക്വൈറ്റ് ഈസി. സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്രയാസമില്ല. The overall gain is high because of two transistors. രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട്, ഒരു മൾട്ടിസ്റ്റേജ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഗെയിൻ കൂടുതലായിരിക്കും. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് ഈസിലി. ഫ്രീക്വൻസി നമുക്ക് മാറ്റാം. ദ ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി മെയിൻറ്റൈൻഡ് മോർ accurately by replacing R2 with the thermistor. തെർമിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലിറ്റി കുറച്ചുകൂടി കൃത്യമായി കൊണ്ടുവരാം. തെർമിസ്റ്റർ എന്ന് വെച്ചാൽ തെർമൽ റെസിസ്റ്റർ. നിങ്ങൾ പഠിക്കുന്നതാണ് മറ്റ് ചില ഭാഗങ്ങളിൽ. ഡിസഡ്വാൻറ്റേജസ്: ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. The disadvantages of wein bridge oscillator are as following. The circuit cannot generate very high frequencies. വളരെ കൂടിയ ഫ്രീക്വൻസി നിർമ്മിക്കാനാവില്ല. ഒരു ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ് ഇത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. Two transistors and a number of components are required for the circuit construction. നമ്മൾ പറഞ്ഞില്ലേ R1, R2, R3, R7, R8 അങ്ങനെയുള്ള നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്, നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ എലമെൻറ്റ്സ് വരുന്നതുകൊണ്ട് സർക്യൂട്ട് കംപ്രഷനായിരിക്കും. സർക്യൂട്ട് അല്പം ഒരു ബൾക്കി അപ്പിയറൻസ് ഉള്ള സർക്യൂട്ടായിരിക്കും. 2 resistors and 2 number of components are required for the circuit construction and it is a disadvantage. That is solved with your 25th lecture, and in this chapter one more oscillator is remaining, that is crystal control oscillator. With that this chapter will be over. The crystal controlled oscillator will be seen in the next class. Thank you very much.